ഹായ്, വെൽക്കം ടു വിഷ്ണുസ് വ്ലോഗ്. ഞാനിപ്പോൾ കാനഡയിലാണ്, കാനഡയിലെ സെൻറ് ജോൺസിലാണ്. ഇവിടെ ഇപ്പം നല്ല ക്ലൈമറ്റൊക്കെ ആയിരിക്കുന്നു കേട്ടോ. ഞാനിവിടെ വന്നിട്ട് കനേഡിയൻ ലൈസൻസ് എടുത്തു. അപ്പം അതിൻ്റെ പ്രോസസ്സും അതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇവിടെ ലൈസൻസ് എടുക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൈറ്റ് ഇവരുടെ mygov.nl.ca എന്ന് പറയുന്ന സൈറ്റാണ്. നമ്മൾ അതിലാദ്യം കയറിയിട്ട് ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോട്ടോ ഐഡിയോ അല്ലെങ്കിൽ MCP കാർഡോ കിട്ടണം. ഈ MCP കാർഡ് ചിലപ്പോൾ നമ്മൾ വന്നിട്ട് കിട്ടാൻ ലേറ്റാവും. അങ്ങനെയുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടുത്തെ മോട്ടോർ വെഹിക്കിളിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഒരു ഫോട്ടോ ID എടുത്താൽ മതി. $25 ഉള്ളൂ. അത് അന്ന് തന്നെ കിട്ടും നിങ്ങൾക്ക്. അത് വെച്ച് നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോട്ടോ ID ഉള്ള അതുപോലുള്ള പേരും അഡ്രസ്സും കൊടുത്ത് നമുക്കിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇമെയിൽ ID-യും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഇതിൽ സർവീസ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ലൈസൻസ് എടുത്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് ആഡായി കിടക്കുകയാണ്. അപ്പം നിങ്ങൾ ആദ്യം കയറുമ്പോഴത്തേക്കും ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൻ്റെ സർവീസ് ഇതിൽ ആഡാവത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആഡ് സർവീസിൽ ക്ലിക്ക് ചെയ്ത് ഇത് ആഡ് ചെയ്യണം. ലേണേഴ്സ് പെർമിറ്റ് ഓഫ് റോഡ് എന്ന് പറഞ്ഞ് ഇവിടെ ആ ഓപ്ഷൻ വന്ന് കിടക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് ഈ ലേണേഴ്സ് ആൻഡ് ഓഫ് റോഡ് വെഹിക്കിൾസിൽ വന്ന് അതിന് തൊട്ട് താഴെ ലേണേഴ്സ് പെർമിറ്റ് ടെസ്റ്റ് കാണും. ആ പെർമിറ്റ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലേണേഴ്സ് എഴുതാൻ പറ്റും. ലേണേഴ്സ് നമ്മൾ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് എഴുതിയാൽ മതി. അത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് മോട്ടോർ വെഹിക്കിൾ ഓഫീസിൽ പോയി നമ്മൾ ഐ ടെസ്റ്റ് എടുക്കണം. അത് നമ്മൾ അപ്പോയിൻമെൻറ്റ് ഇതിൽ ബുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. അത് ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് $75 അടച്ചുകൊണ്ട് നമുക്ക് ടെസ്റ്റിനുള്ള ഡേറ്റും ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എങ്കിൽ ലേണേഴ്സ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ടെസ്റ്റ് എടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോഴത്തേക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് കൊണ്ടുവരണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ വെച്ചിരിക്കണം. പിന്നെ കൂടാതെ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നമുക്ക് MVDയുടെ സൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്ത് 3 ദിവസത്തിനകം കിട്ടുന്നതാണ്. അതും വെച്ചിരിക്കണം. അത് രണ്ടുമാണ് ആവശ്യം വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒന്ന് മേടിച്ച് വെക്കാനുള്ളതെന്ന് പറയുന്നത്, നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളെ നാട്ടിൽ സ്വന്തം പേരിൽ വണ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നോൺ ക്ലെയിം ബോണസ്, അതായത് നമ്മളിതുവരെ വണ്ടിയിൽ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നത് നല്ലതായിരിക്കും. കാരണം അത് വേറെ ഒന്നും ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയല്ലത്, നിങ്ങൾക്ക് ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കുറച്ച് കിട്ടുന്നതിന് വേണ്ടി അത് നിങ്ങൾ ഉപകാരപ്പെടും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു. ബൈ ബൈ.